മനോഹരമായ മുടി എന്നും എല്ലാവർക്കും സ്വപ്നം തന്നെയാണ് അല്ലേ? എന്നാൽ ഇന്ന് സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. മുടി പോകുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളും, തെറ്റായ ജീവിതശൈലി, പാരമ്പര്യം, ശരിയായ രീതിയിലുള്ള മുടിയുടെ പരിചരണക്കുറവ് ഇവയെല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. മുടി കൊഴിച്ചിൽ തടയാനുള്ള ചില എളുപ്പവഴികളും ഫലപ്രദമായ പരിഹാരങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ സുദർശനൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മുടി കൊഴിച്ചിലും അതിനെ തടയാനുള്ള 10 ഫലപ്രദമായ മാർഗങ്ങളെ പറ്റിയാണ്. ശരാശരി ഒരാളുടെ തലയിൽ 1,00,000 മുടിയിഴകൾ ഉണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജിസ്റ്റ് പറയുന്നതനുസരിച്ച് 50 മുതൽ 100 മുടികൾ വരെ ഒരു ദിവസം പോകുന്നത് നോർമൽ ആണെന്നുള്ളതാണ്. നോർമൽ ഹെയർ ഫോൾ ആണ്. എന്നാൽ അതിലും കൂടുതൽ മുടി പോകുന്നുണ്ടെങ്കിൽ അതിനെ ഹെയർ ലോസ് എന്ന് പറയും. മുടി കൊഴിച്ചിലുള്ളവർ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനായി ആദ്യമായി ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡിയുടെ ലെവലാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് ഇന്ന് പല ആളുകളിലും കാണാറുണ്ട്. എന്നാൽ വൈറ്റമിൻ ഡിയുടെ ലെവൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് വൈറ്റമിൻ ഡി ലെവൽ കുറവാണെന്ന് നമ്മൾ അറിയുന്നത്. 30 മുതൽ 100 നാനോഗ്രാം പെർ ml റേഞ്ചാണ് നോർമൽ എന്ന് പറയുന്നത്. എന്നാൽ 20 നാനോഗ്രാം പെർ ml കുറവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് എടുക്കേണ്ടതാണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ്. അപ്പോൾ അത് കുറവാണെങ്കിൽ മുടി കൊഴിച്ചിൽ വരാം. അടുത്ത ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് HB ലെവലാണ്. അതായത് നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ. ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറവാണ്, അതായത് അനീമിക് ആണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ വരാം. അങ്ങനെയാണെങ്കിൽ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കാം, അതൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കാരണം വെച്ചിട്ടുള്ള മുടി കൊഴിച്ചിൽ കുറയ്ക്കാം. അടുത്തത് അസിഡിറ്റി പ്രോബ്ലംസ് കൊണ്ട് മുടി കൊഴിച്ചിൽ വരാം. അങ്ങനെയാണെങ്കിൽ പ്രോബയോട്ടിക്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. പുളിയില്ലാത്ത തൈര് കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിലും മുടി കൊഴിച്ചിൽ വരാം. അതുമല്ലാതെ ഏതെങ്കിലും മെഡിക്കേഷൻസ്, അതായത് മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ട് മുടി കൊഴിച്ചിൽ വരാം. ഇപ്പോൾ കീമോ തെറാപ്പിയൊക്കെ ചെയ്യുന്നവർക്ക് മുടി കൊഴിച്ചിൽ വരാം. അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്ക് മുടി കൊഴിച്ചിൽ വരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതൊക്കെ ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്. അതിനുശേഷമുള്ളതാണ് നമുക്ക് ഡയറ്റിലോട്ട് പോകേണ്ടത്. അതായത് ബാലൻസ്ഡ് ഡയറ്റ് വേണം. നിങ്ങളുടെ ഡയറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ സെലീനിയം, പൊട്ടാസ്യം, സിങ്ക്, അയൺ, അതുപോലെ തന്നെ ബയോട്ടിൻ, കൊളാജൻ, പ്രോട്ടീൻ എന്നിവയൊക്കെ നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏതൊക്കെ ഫുഡ്സിലുണ്ട്? അതായത് ഡെയിലി ഇടാണ്ട് ഡേറ്റ്സ് കഴിക്കുക, കുതിർത്ത ബദാം കഴിക്കുക, ബാക്കി നട്ട്സ് കഴിക്കുക, മുട്ട, ചിക്കൻ, പാലുൽപ്പന്നങ്ങൾ, പയർ വർഗ്ഗങ്ങൾ, കടല ഇവയിലൊക്കെ ധാരാളമായി ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്കറികളും പഴങ്ങളും കഴിക്കുക. ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, പംകിൻ സീഡ്സ്, നെല്ലിക്ക ഇവയിലൊക്കെ ധാരാളമായി ഈ കണ്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നത് ജെന്റിൽ ഹെയർ കെയർ റൂട്ടീനാണ്. അതായത് നിങ്ങളുടെ മുടിയെ സംരക്ഷിക്കാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഹെയർ കെയർ റെമഡീസ് യൂസ് ചെയ്യുക. അതായത് ചെമ്പരത്തി താളി ഉപയോഗിച്ച് ഷാംപൂം ചെയ്യുക. ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ, അതായത് സൾഫേറ്റ് അല്ലെങ്കിൽ പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ, കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാം. അടുത്തത് മസാജ് യുവർ സ്കാൽപ്പ്. നിങ്ങൾ തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് തലയോട്ടിയിലുള്ള രക്തഓട്ടം കൂടുകയും അവിടെ റൂട്ടിൽ നിന്ന് മുടിയിഴകൾ വളരാനുള്ള സാധ്യത കൂടുതലാകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മുടി മസാജ് ചെയ്യുക അല്ലെങ്കിൽ തല മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനായി നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നത് ഇപ്പം കോക്കനട്ട് ഓയിൽ, അതായത് വിർജിൻ കോക്കനട്ട് ഓയിലുണ്ട്, ഉരുക്ക് വെളിച്ചെണ്ണ, അതുപോലെ ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ആംല ഓയിൽ ഇവയൊക്കെ മുടിക്ക് നല്ല ശക്തി കൊടുക്കാനും അതുപോലെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹെന്ന, നീലാമരി, കറിവേപ്പില, അതുപോലെ കൈതോന്നി, അലോവേറ ഇവയെല്ലാം ചേർത്ത് ഒരു എണ്ണ കാച്ചി തലയിൽ തേക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ഉള്ളിനീര് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് താരൻ പോകാൻ സഹായിക്കും. ഉലുവ അരച്ച് തേച്ച് പിടിപ്പിക്കുന്നത് താരൻ പോകാൻ സഹായിക്കും. താരൻ പോയി പുതിയ മുടിയിഴകൾ വരാനായിട്ട് ഇവയെല്ലാം സഹായകമാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഇന്ന് ആൾക്കാരിൽ കൂടുതലായി കാണുന്നതാണ് വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത്, അതായത് വർക്ക് പ്രഷർ. അപ്പോൾ സ്ട്രെസ്സ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് കുറയും, അതായത് ഉറക്കം കുറയും. ഉറക്കക്കുറവ് കൊണ്ടും സ്ട്രെസ്സ് കൂടുതൽ കൊണ്ടും ഒക്കെ മുടി കൊഴിച്ചിൽ വരാം. അടുത്ത കാര്യം എന്ന് പറയുന്നത് ധാരാളമായി വെള്ളം കുടിക്കുക.
നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ വരാം. അതിനായി ശരാശരി ഒരു 60 കിലോ ഉള്ള ഒരാൾ 3 ലിറ്റർ വെള്ളം വരെ കുടിക്കാം. അപ്പോൾ അത് അത്രയും നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്തത് ടൈറ്റ് ഹെയർ സ്റ്റൈൽസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതായത് മുടി പിന്നി കെട്ടുക, മുടി പോണിറ്റെയിൽ കെട്ടുക, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്കാൽപ്പിൽ ഒരു ടെൻഷൻ വന്നിട്ട് മുടി കൊഴിച്ചിൽ വരികയും മുടി പൊട്ടിപ്പോകാൻ സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തത് അവോയ്ഡ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്. ഇന്ന് ഒരുപാട് ആൾക്കാർ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ പുറകിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഹെയർ സ്റ്റൈലിംഗ് ട്രീറ്റ്മെൻറ്റ്സ്? ഹെയർ സ്ട്രെയിറ്റനിങ്, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്, ഹെയർ കളറിങ്, ഇവയെല്ലാം കാലക്രമേണ മുടിക്ക് ഡാമേജ് ഉണ്ടാവുകയും മുടിയുടെ ടെക്സ്ചർ തന്നെ മാറുകയും മുടി കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. അവോയ്ഡ് എക്സസീവ് ഹീറ്റ് സ്റ്റൈലിംഗ്. മുടിയിൽ നമ്മൾ എക്സസീവായിട്ട്, അതായത് അധികമായിട്ട് ചൂട് കൊടുക്കുമ്പോൾ മുടിക്ക് ഡാമേജ് ഉണ്ടാവുകയും മുടി പൊട്ടിപ്പോവുകയും മുടി കൊഴിച്ചിൽ വരികയും ചെയ്യും. അതായത് ഹെയർ കേളിങ്, ഹെയർ അയണിങ് ഒക്കെ ചെയ്യുന്നത് മുടിക്ക് കൂടുതൽ ചൂട് കൊടുക്കുകയും മുടിക്ക് ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതെല്ലാം ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല, മുടി കൊഴിച്ചിൽ മാറുന്നില്ല, മുടി വളരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ ട്രൈക്കോളജിസ്റ്റിനെയോ സമീപിക്കുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ മുടിയുടെ ആരോഗ്യവും സൗന്ദര്യവും തിരിച്ചു ലഭിക്കാൻ ഇതൊരു തുടക്കമാകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.